വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ ബി.ജെ.പി. സ്ഥാനാർത്ഥി. നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് ആർ ശ്രീലേഖ. സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വട്ടിയൂർക്കാവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനം നാളെ തുടങ്ങുമെന്ന് ബി.ജെ.പി. നേതൃത്വം അറിയിച്ചു. ബി.ജെ.പി. വൈസ് പ്രസിഡന്റും ശാസ്തമംഗലം കൗൺസിലറും മുൻ IPS ഉദ്യോഗസ്ഥയുമായ ആർ ശ്രീലേഖ ചുവരെഴുതിയാണ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത്. ശ്രീലേഖയ്ക്കൊപ്പം ശോഭാ സുരേന്ദ്രൻ, G. കൃഷ്ണകുമാർ എന്നിവരുടെ പേരുകളും മണ്ഡലത്തിൽ പരിഗണിച്ചിരുന്നു. പാലക്കാട് മണ്ഡലത്തിലും ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി. ഒന്നാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് ചുവരെഴുതി പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. തൃശൂരിൽ പത്മജ വേണുഗോപാലും സമാനമായ രീതിയിൽ ചുവരെഴുതി ബി.ജെ.പിയുടെ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇവരും ഇതേ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ നേരത്തെ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് സമാനമായ രീതിയിൽ വട്ടിയൂർക്കാവിലും പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നത്. കഴക്കൂട്ടത്ത് V. മുരളീധരനും പാലക്കാട് ശോഭാ സുരേന്ദ്രനും ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിലയിരുത്തൽ. ഇരുവരും മണ്ഡലങ്ങളിൽ സജീവമാവുകയും ചെയ്യുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ RSS നേതാക്കളുമായി ശോഭാ സുരേന്ദ്രൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. നേമത്ത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ, മലമ്പുഴയിൽ C. കൃഷ്ണകുമാർ, ചെങ്ങന്നൂരിൽ സന്ദീപ് വാചസ്പതി, പാലായിൽ ഷോൺ ജോർജ്, തിരുവല്ല അനൂപ് ആന്റണി എന്നിങ്ങനെ നേതാക്കന്മാരുടെ മണ്ഡലങ്ങൾ നേരത്തെ തീരുമാനിക്കുകയായിരുന്നു. ബി.ജെ.പി. സജീവ വിജയപ്രതീക്ഷ നിലനിർത്തുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും V.K. പ്രശാന്തിലൂടെ CPM മണ്ഡലം പിടിച്ചെങ്കിലും കഴിഞ്ഞ തവണ പാർട്ടി ഇവിടെ രണ്ടാമതെത്തി. 2021-ൽ 21,515 വോട്ടിനായിരുന്നു പ്രശാന്തിന്റെ വിജയം. 61,111 വോട്ടുകൾ പ്രശാന്ത് നേടി. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്ന നിലവിലെ മേയർ V.V. രാജേഷ് 39,596 വോട്ടുകളാണ് നേടിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പി. ലീഡ് നേടിയ പ്രധാന മണ്ഡലങ്ങളിലൊന്ന് വട്ടിയൂർക്കാവായിരുന്നു.